എല്ലാവർക്കും ഫ്ലെക്സ് അൺകട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു റോഡ് ത്രില്ലർ മൂവിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചിത്രത്തിൻ്റെ പേര് ഡുവൽ. 1971 റിച്ചാർഡ് മാത്തിസണിന്റെ ചെറുകഥയെ ആധാരമാക്കി പ്രമുഖ സംവിധായകൻ സ്റ്റീഫൻ സ്പിൽബർഗ് സംവിധാനം ചെയ്ത ഒരു അമേരിക്കൻ റോഡ് ആക്ഷൻ ത്രില്ലർ ടെലിവിഷൻ ചിത്രമാണ് ഡുവൽ. ഈ ചിത്രം ഒരു റോഡ് ത്രില്ലർ ആണെന്ന് ആദ്യം പറഞ്ഞല്ലോ, അതിന് അനുബന്ധമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. ഈ സിനിമയുടെ കഥ നടക്കുന്നത് കാലിഫോർണിയയിലെ തീരെ ജനവാസം കുറഞ്ഞ ഉൾപ്രദേശത്താണ്, അതും സെൽഫോൺ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ്. ഇനി ഡുവലിന്റെ കഥയൊന്ന് നോക്കാം. ഒരു സെയിൽസ്മാൻ ഒറ്റയ്ക്ക് വിജനമായ ഏകദേശം മരുഭൂമിക്ക് സമാനമായ കാലിഫോർണിയയിലെ ഒരു ഉൾപ്രദേശത്തുള്ള ഹൈവേയിലൂടെ തന്റെ ക്ലയന്റിനെ കാണാൻ പോകുന്നു. ഈ സെയിൽസ്മാനെ ഒരു ട്രക്ക് ഡ്രൈവർ പിന്തുടരുകയും അകാരണമായി ഭയപ്പെടുത്തും വിധം പെരുമാറുകയും ചെയ്യുന്നു. 1963 നവംബർ 22 കാലിഫോർണിയയിൽ സമാനമായ ഒരു സംഭവം നടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഡുവൽ എന്ന സിനിമയിലും ഇത്തരത്തിലുള്ള ഒരു കഥയാണ് കാണിക്കുന്നത്. ഡുവൽ എന്ന സിനിമയിൽ ഉടനീളം ട്രക്ക് ഡ്രൈവർ സെയിൽസ്മാന്റെ കാറിനെ പിന്തുടരുന്നുണ്ടെങ്കിലും ചിത്രത്തിൽ ട്രക്ക് ഡ്രൈവർ ആരെന്ന് വെളിപ്പെടുത്തുന്നില്ല. ഇതൊരു മുഴുനീള റോഡ് ത്രില്ലർ തന്നെയാണ്. ഒരു ചെറിയ റെസ്റ്റോറന്റ് സീൻ ഒഴിച്ചാൽ ഡ്രാമ എന്ന് തോന്നിപ്പിക്കുന്ന സീനുകൾ ഒന്നും തന്നെ ഇല്ലെന്ന് പറയാം. കഥ തുടങ്ങി അവസാനം വരെ പ്രേക്ഷകനെ മുൾമുനയിൽ നിർത്താൻ സംവിധായകൻ സ്റ്റീഫൻ സ്പിൽബർഗിന് സാധിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ട്രക്കിന് ഒരു നിഗൂഢവും ഭയപ്പെടുത്തുന്നതുമായ വേഷപ്പകർച്ചയും ക്യാമറ ആംഗിൾസുമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ട്രക്കിന്റെ എഞ്ചിൻ സൗണ്ടും ഹോൺ മുഴക്കവും എല്ലാം സ്പെഷ്യൽ സൗണ്ട് എഫക്ട്സ് ഉപയോഗിച്ച് പ്രേക്ഷകരെ വളരെ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ ആണ് അവതരിപ്പിച്ചിരിക്കുന്നത്. യൂണിവേഴ്സൽ ടെലിവിഷൻ ആണ് ഈ ചിത്രം നിർമ്മിച്ചത്. 1971 നവംബർ 13 ABC TV ചാനലിൽ മൂവി ഓഫ് ദ വീക്ക് എന്ന സീരീസിന്റെ ഭാഗമായാണ് ഡുവൽ ആദ്യം സംപ്രേഷണം ചെയ്തത്. പിന്നീട് അത് യൂണിവേഴ്സൽ പിക്ചേഴ്സിന്റെ ഒരു അന്താരാഷ്ട്ര തിയേറ്ററിൽ റിലീസ് ചെയ്തു. TV സംപ്രേഷണത്തിന് ശേഷം ചിത്രീകരിച്ച രംഗങ്ങൾ ഉൾക്കൊള്ളുന്ന വിപുലമായ പതിപ്പാണ് തിയേറ്ററിൽ റിലീസ് ചെയ്തത്. ഈ ചിത്രത്തിന് നിരൂപകരിൽ നിന്നും പൊതുവെ നല്ല അവലോകനങ്ങൾ ലഭിച്ചു. അതിനുശേഷം ഇത് ഒരു സ്വാധീനമുള്ള കൾട്ട് ക്ലാസിക്കായി അംഗീകരിക്കപ്പെടുകയും ചെയ്തു. ടെലിവിഷനിൽ ഇതുവരെ നിർമ്മിച്ച ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നായാണ് ഡുവലിനെ കണക്കാക്കപ്പെടുന്നത്. ഡുവൽ പിന്നീട് യൂറോപ്പിലും മറ്റ് അന്താരാഷ്ട്ര പ്രദേശങ്ങളിലും 1972-73 കാലഘട്ടങ്ങളിൽ തിയേറ്റർ റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അക്കാലത്ത് ലണ്ടനിലെ സൺഡേ ടൈംസിൽ എഴുതിയത് 90 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സിനിമയ്ക്ക് വളരെ നിസാരമായ പ്രേരണയില്ലാത്ത ഒരു പ്ലോട്ട് മതിയാകും എന്ന് നിങ്ങൾ വിചാരിക്കില്ല, പക്ഷേ അത് ധാരാളം എന്ന് ഡുവൽ തെളിയിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ഒരുപാട് നിരൂപക പ്രശംസകൾ ഏറ്റുവാങ്ങിയ ഒരു ചിത്രം തന്നെയാണ് ഡുവൽ. ഡുവലിലെ സെയിൽസ്മാനായി വേഷമിട്ടിരിക്കുന്നത് ഡെനീസ് വീവർ ആണ്. അദ്ദേഹത്തിന്റെ പക്വതയാർന്ന അഭിനയ ശൈലി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഡുവൽ എന്ന ചിത്രം സംവിധാനം ചെയ്ത സ്റ്റീഫൻ സ്പിൽബർഗ് പിന്നീടുള്ള 4 പതിറ്റാണ്ടുകളിലും വ്യത്യസ്തതയാർന്ന അനേകം ചിത്രങ്ങളിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ചു. ഈ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ്സായി രേഖപ്പെടുത്തുമല്ലോ. ഫ്ലെക്സ് അൺകട്ടിന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.